ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 2 അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റൊബീനിയോ എന്ന് പറയുന്ന ബ്രസീലിയൻ താരം, അതായത് ബസുന്ധര കിങ്സ് താരവുമായിട്ട് വന്നപ്പോഴേക്കൊരു അപ്ഡേറ്റും, രണ്ടാമത്തേന്ന് പറയുന്നത് എഡ്മണ്ടുമായിട്ട് വന്നപ്പോഴേക്കുന്ന ഒരു അപ്ഡേറ്റുമാണ്. ആദ്യം തന്നെ നമുക്ക് റൊബീനിയുമായിട്ട് വന്നപ്പോഴേക്കൊരു അപ്ഡേറ്റ് നോക്കാം. എന്തായാലും റൊബീനിയെ ഒരു ഇന്ത്യൻ ക്ലബ്ബിനും താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ 1-2 ഇന്ത്യൻ ക്ലബ്ബുകൾ അദ്ദേഹത്തിന് പിന്നാലെ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബസുന്ധര കിങ്സിലെ സാലറി പാക്കേജ് എന്ന് പറയുമ്പോൾ ഒരു വർഷം 6 കോടി രൂപയാണ്. സോ അത്രയും വലിയ പാക്കേജൊക്കെ നൽകി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ 1-2 ക്ലബ്ബുകളേ ഉള്ളൂ എന്നാണ് നമുക്കിപ്പോൾ ചില പ്രമുഖ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ള കാര്യം വലിയ സംശയമാണെന്ന് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു ബംഗ്ലാദേശ് ക്ലബ്ബാണ് ഈ ഒരു 6 കോടി രൂപ സാലറി പാക്കേജിലൊക്കെ അദ്ദേഹത്തെ ടീമിൽ വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഇന്ത്യൻ ക്ലബ്ബിന് പോലും സാധിക്കുന്നത്, അതായത് ഇത്ര ഫാൻ ബേസ് ഉള്ള കേരള ബ്ലാസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ നമുക്കറിയാം ഈസ്റ്റ് ബംഗാൾ, ജംഷഡ്പൂർ FC തുടങ്ങിയ ടീമുകളൊന്നും സാധിക്കാത്തൊരു കാര്യമാണ് ഒരു ബംഗ്ലാദേശ് ക്ലബ്ബ് ചെയ്തിരിക്കുന്നത്. സോ അതൊരു വലിയൊരു കാര്യമാണ്. എന്തായാലും റൊബീനിയോ നമുക്കറിയാം തുടർച്ചയായിട്ട് ബസുന്ധര കിങ്സ് 4 വട്ടം ബംഗ്ലാദേശിന് ചാമ്പ്യന്മാരായി. അതിൽ റൊബീനിയോ വലിയ പങ്കെന്ന് ചോദിച്ചു. സോ അതുകൊണ്ട് തന്നെ റൊബീനിയോ പല ടീമുകളും പൊക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈസ്റ്റ് ബംഗാൾ രംഗത്തുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു സാലറി പാക്കേജ് കൊടുത്തവർ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതൊരു ഹിസ്റ്ററി തന്നെയാണ്. കാരണം അവർ മെഹ്ദി തലാലിനെ വലിയൊരു സാലറി പാക്കേജ് കൊണ്ടുവന്നു. പിന്നെ ഡയമണ്ട് കോസ്, ഇപ്പോൾ റൊബീനിയോ എന്ന് കേൾക്കുന്നു. വന്നാൽ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിരിക്കും ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും റൊബീനിയോയുടെ ഒരു സാലറി പാക്കേജ് പറയാനാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ വീഡിയോ ചെയ്തത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എഡ്മണ്ടുമായിട്ട് വന്നപ്പോഴൊരു അപ്ഡേറ്റാണ്. നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് എഡ്മണ്ട് ഇന്ത്യയുടെ ട്രെയിനിങ് ക്യാമ്പിൽ വളരെ മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതാണ്. പലരും പറഞ്ഞൊരു കാര്യമാണ്. മിക്കവാറും അദ്ദേഹം ഈ ഒരു കുവൈറ്റ് ഗെയിം സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഇന്നത്തെ ആ ഒരു സ്റ്റാർട്ടിംഗ് ലെവലൊക്കെ വന്നു. പക്ഷേ അദ്ദേഹത്തെ അവിടെ കാണാൻ സാധിച്ചില്ല. എന്തായാലും ഇനി സബ്സ്റ്റിറ്റ്യൂഷന് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്നിപ്പോൾ അതായത് മാർക്കസ് മെർഗലോവ് പറഞ്ഞൊരു കാര്യമാണ്. അതായത് എഡ്മണ്ട് എന്തായാലും അതായത് കുവൈറ്റ് മാച്ചിലോ ഖത്തർ മാച്ചിലോ ഡെബ്യൂ ചെയ്തിരിക്കുക, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് നമ്മുടെ മാർക്കസ് മെർഗലോവ് എടുത്ത് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും അത് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും എഡ്മണ്ട് ഒരു ഡെബ്യൂ ഉണ്ടായിരിക്കും. അദ്ദേഹം വേറെ ലെവലിലൊരു താരമാണ്. അല്ലെങ്കിൽ ട്രെയിനിങ് സെക്ഷനൊക്കെ വളരെ ഭയങ്കര ഒരു പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നതെന്നാണ് നമ്മുടെ ഈ എന്താ പറയുക മാർക്കസ് മെർഗലോവ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം.